ഷാജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഒരു 90% പേരും പറയുന്ന ഒന്നായിരിക്കും ഇഡ്ഡലി അല്ലെങ്കിൽ ദോശ, മസാല ദോശ, നെയ്റോസ്റ്റ്, അതിൻ്റെ വകഭേദങ്ങൾ. അത് ആ ചട്നിയും അതുപോലെ തക്കാളി ചമ്മന്തി, തേങ്ങാ ചമ്മന്തി അതൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് പറയാൻ പറ്റില്ല, അത്രയും ടേസ്റ്റാണ്. അപ്പം അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ ഒന്നിനും കിട്ടില്ല. അപ്പം ഇന്ന് നമ്മൾ നല്ല ഫ്ലഫി ആയിട്ടുള്ള ദോശ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഒരുവിധം എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അതിനായിട്ട് ഞാൻ 3 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്തിട്ടുണ്ട്. നന്നായി കഴുകിയതിന് ശേഷം വെള്ളമൊഴിച്ച് ഒരു 4-5 മണിക്കൂർ കുതിർക്കാനായിട്ട് ഇടാം. പിന്നെ ഇതിന് ഉഴുന്നെടുക്കണം. അപ്പോൾ 3 ഗ്ലാസ്സിന് 1 ഗ്ലാസ് ഉഴുന്ന്, 3:1 ആ ഒരു കണക്കിലാണ് ഇടുന്നത്. 1 ഗ്ലാസ് ഉഴുന്നും ഇതുപോലെ തന്നെ കഴുകി വൃത്തിയാക്കി ഒരു 4-5 മണിക്കൂർ കുതിർക്കാനായിട്ട് മൂടി വയ്ക്കാം. അപ്പോൾ 4-5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇനി ഇത് അരച്ചെടുക്കാം. മാവ് ചൂടാവാത്ത വിധത്തിൽ വേണം അരയ്ക്കാനായിട്ട്. അപ്പം അതിനൊരു ട്രിക്ക് ഉണ്ട്. കുതിർന്നതിന് ശേഷം കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അല്ലെങ്കിൽ അരയ്ക്കുന്ന ആ വെള്ളം നല്ല ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത വെള്ളം ചേർത്ത് അരയ്ക്കുകയാണെങ്കിൽ മാവ് ചൂടാവാതെ കിട്ടിക്കൊള്ളും. രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് എല്ലാ മാവും അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1.25 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. അരി അരച്ചതും ഉഴുന്നരച്ചതും നന്നായിട്ട് മിക്സായി കിട്ടണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലൊരു വിസ്ക് വെച്ച് ചെയ്താൽ നന്നായിട്ട് മിക്സായി കിട്ടും. അതിനുശേഷം ഇത് മൂടി വെച്ച് പൊങ്ങാനായിട്ട് വെക്കാം. അപ്പോൾ അത് ഒരു ചൂട് സമയമാണെങ്കിൽ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല. തണുപ്പാണെങ്കിൽ ഒരുപാട് സമയം വെക്കേണ്ടി വരും, 10-15 മണിക്കൂറൊക്കെ വെക്കേണ്ടി വരും. ഇനി ഇതിലേക്കൊരു തട്ടിക്കൂട്ട് സാമ്പാർ, പെട്ടെന്ന് പരിപ്പൊന്നും ചേർക്കാത്തൊരു സാമ്പാർ തയ്യാറാക്കും. അതിനായിട്ട് ഒരു ചെറിയ സവാള അരിഞ്ഞത്, ഒരു മീഡിയം തക്കാളി അരിഞ്ഞത്, ഒരു ചെറിയ പീസ് പുളി, പിന്നെ ഒരു 5-6 വെളുത്തുള്ളിയും കൂടി ഇടുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം കായത്തിൻ്റെ പെരുങ്കായില്ലേ, അതിൻ്റെ ഒരു ചെറിയ കഷ്ണം, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ തന്നെ മുളക് പൊടി, ഉപ്പ്, പിന്നെ ആവശ്യത്തിൽ വെള്ളം. ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്നിച്ച് വെച്ച് അതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. രാവിലെ ആയപ്പോഴേക്കും നമ്മൾ അരച്ച് വെച്ച മാവ് നന്നായിട്ട് ഇങ്ങനെ പതഞ്ഞ് പൊങ്ങിയിട്ടുണ്ട്, കണ്ടോ? പിന്നെ നമുക്ക് ദോശ തയ്യാറാക്കാം. അപ്പോൾ സാമ്പാർ അവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നോൺ സ്റ്റിക്കിൽ ചെയ്യുന്നതിനേക്കാളും ഇങ്ങനെ ഇതുപോലെ ഇരുമ്പ് ദോശച്ചട്ടി ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് തോന്നും. അപ്പോൾ നല്ല മയങ്ങിയ ദോശച്ചട്ടിയാണെങ്കിൽ പെട്ടെന്ന് വിട്ടു പോന്നോളും, അധികം ഒട്ടിപ്പിടിക്കൊന്നുമില്ല. അപ്പം നല്ല പഞ്ഞി പോലുള്ള ദോശ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം. ഇനി ഒട്ടിപ്പിടിക്കുന്ന അങ്ങനെ സംശയം തോന്നുകയാണെങ്കിൽ ഒരു സവാള മുറിച്ച് അതൊന്ന് ചുരച്ചു കൊടുത്താൽ ഒട്ടിപ്പിടിക്കാതെ തന്നെ കിട്ടിക്കൊള്ളും. ഇനി നമുക്കൊരു കനം കുറഞ്ഞ ഒരു ദോശയും കൂടെ ചെയ്തെടുക്കാം. വെള്ളം ഒന്ന് അല്പം തെളിക്കണം കേട്ടോ. നമുക്ക് ആവശ്യമുള്ള ദോശയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി സാമ്പാർ എന്തായി നോക്കാം. അപ്പോൾ അത് ഒരുവിധം വറ്റി ഇരിക്കുന്നുണ്ട്. അപ്പോൾ സ്പൂൺ വെച്ച് ഒന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ ആ പുളി നമ്മൾ ചേർത്ത ആ പുളിയൊക്കെ അതും ഒന്ന് ഉടച്ചു കൊടുക്കാം. കായത്തിൻ്റെ പീസ് ചേർത്തിരുന്നു, അത് ഓൾറെഡി അത് അലിഞ്ഞ് ചേർന്നിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉലുവ വറുത്ത് പൊടിച്ചതും കൂടെ ചേർക്കാം. അപ്പോൾ ഓൾറെഡി ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്തിരുന്നു. പിന്നെ നന്നായി തിളച്ച് കഴിയുമ്പോൾ ഓഫ് ചെയ്യാം. ഇനി കടുകും വറ്റൽമുളകും വേപ്പിലയും കൂടെ വറുത്ത് ചേർക്കാം. നല്ല ടേസ്റ്റുള്ള സാമ്പാറാണ് കേട്ടോ. ഇതിൻ്റെ പരിപ്പിൻ്റെ ഒരു ആവശ്യമില്ല, പെട്ടെന്ന് ചെയ്തെടുക്കാം. ഇതൊരു തട്ടിക്കൂട്ടാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. തട്ടിക്കൂട്ടാണെങ്കിലും നല്ല ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഇവിടെ ദോശ, നല്ല ഫ്ലഫി ദോശ എടുത്തിട്ടുണ്ട്. പിന്നെ ചമ്മന്തി റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മീതെ നമ്മൾ തയ്യാറാക്കിയ സാമ്പാർ കൂടെ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ സാമ്പാറിൽ ഇങ്ങനെ കുതിർന്ന് ആ ദോശ ആ ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.